ADGP MR അജിത് കുമാറിനെ വീണ്ടും സംരക്ഷിക്കാനാണ് സർക്കാർ നീക്കം. അജിത്തിന് വീഴ്ച സംഭവിച്ചുവെന്ന റിപ്പോർട്ട് തിരിച്ചയച്ചാണ് സർക്കാരിന്റെ ഈ നടപടി. മുൻ DGP തയ്യാറാക്കിയ റിപ്പോർട്ട് നിലവിലെ DGPക്ക് നൽകിയിട്ടുണ്ട്. P. വിജയനെതിരായ വ്യാജ ആരോപണം ഉന്നയിച്ച റിപ്പോർട്ടും മടക്കി. VS അനു ആണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേർന്നത്. അനു, ഗുഡ് മോർണിംഗ്. വിചിത്രമാണ് സർക്കാരിന്റെ ഈ നീക്കം. മുൻ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബ് അദ്ദേഹം 2 അന്വേഷണങ്ങൾ നടത്തി. ഒന്ന് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, അതിൽ ത്രിതല അന്വേഷണം നടത്തി. ഈ ഉദ്യോഗസ്ഥൻ, അതായത് പൂര നഗരിയിൽ ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന്, അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്നും കൃത്യവിലോപം ഉണ്ടായി. നടപടിക്ക് സർക്കാരിന് വേണമെങ്കിൽ ഇനി എന്ത് കാര്യവും ഇതിൽ സ്വീകരിക്കാമെന്ന് പറഞ്ഞൊരു റിപ്പോർട്ട്. മറ്റൊന്ന്, സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ്. അതിലും ഉദ്യോഗസ്ഥനെതിരെ വ്യാജ മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകി. ഇപ്പോൾ ഈ 2 റിപ്പോർട്ടും മടക്കുന്ന സർക്കാരിന്റെ നീക്കം, അത് എന്താണ്? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? വീണ്ടും അജിത് കുമാറിനെ സംരക്ഷിക്കാൻ തന്നെയാണോ സർക്കാർ നീക്കം? ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഏതായാലും ആ ചോദ്യം പ്രസക്തമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്, ഈ വിജിലൻസ് കോടതി പോലും ഒരു അദൃശ്യ ശക്തി MR അജിത് കുമാറിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത്. സമാനമായ രീതിയിൽ ആണ് ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ 2 റിപ്പോർട്ടുകളാണ്, അദ്ദേഹത്തിനെതിരായ 2 റിപ്പോർട്ടുകളാണ് സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഉള്ളത്. ഒന്ന്, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുമായി ബന്ധപ്പെട്ട് അന്ന് ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് നടത്തിയ അന്വേഷണം. മറ്റൊന്ന്, ADGP P. വിജയന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം. ഈ 2 അന്വേഷണങ്ങളിലും ADGP MR അജിത് കുമാറിന് വീഴ്ച പറ്റി എന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട്. പക്ഷേ ആ 2 റിപ്പോർട്ടുകളും അസാധാരണമായ രീതിയിൽ സർക്കാർ ഇപ്പോൾ തിരിച്ചയച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥരിൽ ഒരാളായ സീനിയർ ഉദ്യോഗസ്ഥനായ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ റിപ്പോർട്ട് മടക്കി അദ്ദേഹത്തിന്റെ കീഴിലുള്ള റവാഡ ചന്ദ്രശേഖരനോട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സംസ്ഥാന പോലീസ് മേധാവിയോട് ഇക്കാര്യത്തിൽ കുറിപ്പെഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് MR അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. സേതു, തീർച്ചയായും അനു, അസാധാരണമാണ്, വിചിത്രമാണ് സർക്കാരിന്റെ ഈ നീക്കം. എന്തിനാണ് ഇത്ര കണ്ട് ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നത് എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. കാരണം വിജിലൻസ് കോടതി പോലും ചവറ്റുകുട്ടയിൽ ഇദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടൊക്കെ മടക്കി എറിഞ്ഞ് ചുരുട്ടി എറിഞ്ഞൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ്.